ഇവിടെ നിന്ന് നടന്ന് കുറേ നടന്നു കൊണ്ടിരിക്കുമ്പോഴത്തേനും ഇതേ ഒരു അമ്പലത്തിൻ്റെ ഏകദേശം നമുക്ക് ചെല്ലേണ്ട സ്ഥലത്തിൻ്റെ ഒരു ഏകദേശം ഒരു ഇത് കിട്ടും. അത് ചെറിയ കഴിയുന്നുണ്ട് രാവിലെ അല്ലേ. അങ്ങനെയുള്ള ഈ വെള്ളത്തിൽ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ യാത്ര ചെയ്യുന്നത് കേരളത്തിൽ വളരെ പ്രശസ്തവും അതിപുരാതനവുമായ ഒരു അമ്പലത്തിലേക്കാണ്. ആ അമ്പലത്തിലുള്ള യാത്ര നമ്മൾ റോഡ് മാർഗമല്ല, വർഷത്തിൽ ഒരിക്കൽ മാത്രം ചൈത്രപ്പൂർണ്ണ ദിനത്തിൽ തുറക്കുന്ന ഈ അമ്പലം കാനനപാതയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതായത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തി പങ്കിടുന്ന ഒരു അമ്പലം, മംഗളാദേവി ക്ഷേത്രം. രാവിലെ ഏകദേശം 5:50 ഞാൻ കുമളി ടൗണിൽ. കുമളിയിൽ നിന്നും 15 കിലോമീറ്റർ അകലെയാണ് മംഗളാദേവി ക്ഷേത്രം നിലകൊള്ളുന്നത്. 1337 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് നമുക്ക് കാൽനടയായും അല്ലാത്തവർക്ക് ജീപ്പിൽ യാത്ര ചെയ്തെത്താൻ സാധിക്കും. കാൽനടയായി യാത്ര ചെയ്ത് പോകണമെന്ന ആഗ്രഹമായാണ് ഞാൻ മംഗളാദേവി എത്തിയത്. അമ്പാടി കവല എന്ന സ്ഥലത്തു നിന്നും ഞാൻ എൻ്റെ യാത്ര ആരംഭിച്ചു. നിരനിരയെ പോകുന്ന വാഹനങ്ങൾ, കണ്ണത്ത ദൂരത്തോളം നീണ്ടു നിൽക്കുന്ന ജനങ്ങൾ, അതിലൂടെ ഞാൻ യാത്ര ആരംഭിച്ചു. ശക്തമായ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. പ്ലാസ്റ്റിക് വസ്തുക്കളായ പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് കവറുകൾ, പ്രൊഫഷണൽ ക്യാമറകൾ ഒന്നും തന്നെ നമുക്ക് കാറിൻ്റെ ഉള്ളിലോട്ട് കടത്തിക്കൊണ്ടുപോകാൻ നിയമപരമായി അനുവാദമില്ല. ഞാൻ എൻ്റെ യാത്ര തുടർന്നു. ഇപ്പോൾ തന്നെ രാവിലെ സമയത്ത് നല്ല തിരക്കായിട്ടുണ്ട്. ഇതുപോലെ ചെക്കിങ്ങെല്ലാം ഉണ്ട്. ജീപ്പ് വന്നാലും നടന്നു വന്നാലും നമ്മൾ ചെക്കിങ്ങിലൂടെ കയറണം. അവിടെ ജീപ്പോടൊക്കെ നിർത്തിയിട്ട് അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങി അവിടെ സെക്യൂരിറ്റികൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളെ കടത്തി വിടുന്നത്. അപ്പം ചെക്കിങ് കഴിഞ്ഞാലെല്ലാം തന്നെ തിരിച്ചു വന്ന് ജീപ്പോ എല്ലാം വന്ന് കയറുന്നുണ്ട്. ഇത് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസാണെന്ന് തോന്നുന്നല്ലേ. അവിടെ ഒരുപാട് ഫോറസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്, ഒരുപാട് പേര്. അങ്ങനെ മംഗളാദേവി ക്ഷേത്ര യാത്ര ആരംഭിക്കുകയാണ്. എൻ്റെ സ്കൂളിലെ വണ്ടിയൊക്കെ പോകുന്നു കേട്ടോ. കൊള്ളാം. ഇത് ഇവിടെ ഒന്ന് കയറാൻ പറ്റുന്നതിന് ഭാഗ്യമായിട്ട് തോന്നുന്നു കേട്ടോ. നമ്മൾ പോകുന്ന വഴി കാണുന്നത് കൊണ്ടോ ഒരു കുളം. എന്താ, മൃഗങ്ങൾക്കെല്ലാം വെള്ളം കുടിക്കാനുള്ള സ്ഥലമാണ്. ഇതുണ്ടോ, കാടിൻ്റെ ഒരു സ്റ്റൈലൊക്കെ മാറാൻ തുടങ്ങി. കുറേ കൂടെ തിക്ക് ഫോറസ്റ്റായി. ഞാനിപ്പോൾ നടന്ന് കുറച്ചിങ്ങ് പോകുന്നു. അപ്പോഴത്തേനും ഒരു സ്ഥലം കണ്ടു. ഇവിടെ ഈ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെയാണ് മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ പറ്റുന്നത്. ഞാൻ ശരിക്കും അതിൻ്റെ ഒരു കാഴ്ച ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതുകൊണ്ട് ഇവിടെയാണ് വെള്ളം കുടിക്കാനൊക്കെ വരുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നോക്കി എത്ര രസമാണ്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ വരുമ്പോഴുള്ള ഒരു ഭാഗമാണ് ഇത്. ജസ്റ്റ് തുടക്കം മാത്രമൊന്നും കാട്ടില്ല. ഇങ്ങോട്ട് നമ്മൾ ഈ വഴി നടന്ന് കയറി വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ അടിക്കണ്ട ഇവിടെ കുടിവെള്ള സൗകര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടിവിടെ ഫോറസ്റ്റുകാരൊക്കെ തീ കായുന്നുണ്ട്. രാവിലെ അല്ലേ അങ്ങനെയുള്ള ഈ വെള്ളത്തിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ പോകുന്ന അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഭക്ഷണമൊക്കെ
ചില സംഘടനകളൊക്കെ കൊടുക്കുന്നുള്ളതാണ് എനിക്ക് കിട്ടിയ അറിവ്. താഴെന്ന് പറഞ്ഞാൽ നടക്കുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് മുഴുവൻ കാറ്റായിട്ട് ആകത്തുള്ളൂ. ഇതിപ്പോൾ തുടക്കം മാത്രമായിട്ടുള്ളൂ. എന്താ കാട്ടിൻ്റെ ഉള്ളിലുള്ള യാത്ര. എത്ര പേരാണ് ചെയ്തോ എന്താ പറയുക, ആൾക്കാരെ കാണുന്നതുകൊണ്ട് ഇപ്പം കാടങ്ങോട്ട് ഒരു കാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല. ഇവിടെ മുതൽ കയറ്റമൊക്കെ ആരംഭിച്ചല്ലോ, നല്ല കയറ്റമായി. ഇതുവരെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ല, ചെറിയ കയറ്റമുള്ളതായിരുന്നു. പക്ഷെ ഇവിടം തൊട്ട് വഴിയുടെ ഒരു രീതിയൊക്കെ മാറി നല്ല കയറ്റമൊക്കെ ആയി. കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് വഴിയൊക്കെ. വലിയ കയറ്റം എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ആദ്യമായിട്ട് കയറുന്ന ആൾക്കാരൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഇടയ്ക്ക് അങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിട്ടില്ല കയറ്റം. താഴെ ജീപ്പെല്ലാം കയറി വരുന്നുണ്ട്. ഒരു ഹായ് തന്നിട്ടുണ്ട് അവിടെ നിന്ന്. ഇത് അമ്പലത്തിൻ്റെ പ്രവേശനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വണ്ടികളൊക്കെ വന്ന് തുടങ്ങും. എല്ലാം കാര്യങ്ങളൊക്കെ സജ്ജീകരിക്കാനൊക്കെ ആയിട്ട് മൃഗങ്ങളൊക്കെ ആ സമയം തന്നെ ഒരു മാറും. ചുരുക്കം പറഞ്ഞാൽ അത് മൃഗങ്ങളൊന്നും കാണാൻ പറ്റുന്ന പ്രതീക്ഷയൊന്നുമില്ല. ഫോറസ്റ്റിൻ്റെ വണ്ടി പോകുന്നുണ്ട്. ഇനിയിപ്പം വെള്ളമൊക്കെ കിട്ടുവാണ്, വെള്ളം കുടിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. എന്ത് രസമെന്ന് അറിയുമോ കാണാൻ വേണ്ടി. അല്ല, വനം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വല്ലാത്ത ഭംഗിയാണ്. അതിന് ഇവിടുന്ന് വെള്ളം കുടിക്കാനുള്ള പരിപാടിയാണ്. ഫോറസ്റ്റുകാരെല്ലാം അയ്യോ അപ്പോൾ താഴെ പോയോ, കുഴപ്പമില്ല. ഓക്കെ, വെയിൽ വരാൻ പറ്റുന്നുണ്ട്. എന്താ നടന്ന് പറയാൻ ഇവിടെ നിന്ന് നടന്ന് ഇന്ന് കുറേ നടന്നു കൊണ്ടിരിക്കുമ്പോഴത്തേനും ഒരു അമ്പലത്തിൻ്റെ ഏകദേശം നമുക്ക് ചെല്ലേണ്ട സ്ഥലത്തിൻ്റെ ഒരു ഏകദേശം ഒരു എന്താ ചെറിയ കവറൊക്കെ ഉണ്ടോ, നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകേണ്ടത്. ഇവിടെ ഈ കുറേ കൂടെ ദൂരമുണ്ട്. എന്തോ ഓക്കെ നമ്മൾ കയറി വരുന്ന ഒരു ഷോർട്ട് കട്ടാണ്. ഇതിലെ കയറി അങ്ങ് പോകാൻ പറ്റും. കുറേ പേരൊക്കെ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യുന്നൊക്കെ. നമുക്ക് വേണ്ട ഈ വഴി തന്നെ നടന്നു വേണം അങ്ങനെ പോവാം. അല്ലാത്തവർക്ക് ആ വഴി തന്നെ അങ്ങ് തിരഞ്ഞെടുത്തൊന്ന് പോകാം. എന്നാലും ആ വഴി ഒന്ന് കയറി നോക്കിയേക്കാം. എന്തായാലും ഭംഗിയാണ് കാണാൻ അറിയോ കാഴ്ചയൊക്കെ. ഇവിടുന്ന് എത്ര ദൂരം നടത്തില്ല, കുറച്ചും കൂടെ ദൂരം ഉണ്ട്. മംഗളാദേവി ഹിൽസിലോട്ട് ഏകദേശം എടുക്കാറായി. ഇപ്പം നമ്മൾ കയറി വന്നു കഴിയുമ്പോൾ നമുക്ക് കാണുന്നുണ്ടോ ഈ സ്ഥലമല്ലേ, ഇത് തമിഴ്നാട്, ഇത് കേരളം. കേരള തമിഴ്നാട് ബോർഡറാണ്. ഏകദേശം അതിനടുത്തായിട്ടാണ് നിൽക്കുന്നത്. തമിഴ്നാട് കേട്ടോ. നടന്നു പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. തമിഴ്നാട് ഭാഗത്തു നിന്ന് ആൾക്കാർ കയറി വരുന്നുണ്ടോ. നമ്മൾ തമിഴ്നാട് ഭാഗത്ത് കയറി വരുമ്പോൾ ഈ കാണുന്ന ചെരുവുണ്ടല്ലേ, ഇത് ആ ചെരുവിൽ നിന്നാണ് ഇതെല്ലാവരും കയറി വരുന്നത്. ഇത് നല്ല കുത്തനായിട്ട് കിടക്കുന്നത്. ഞാനിപ്പോൾ അങ്ങോട്ട് ഇറങ്ങാനൊന്നും പോകുന്നില്ല. അപ്പോൾ അവരിങ്ങനെ കയറി വരുന്നതാണ്. നല്ല എനിക്ക് പോകാനുള്ള സ്ഥലത്തിൽ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇതാ കാണാൻ ടവറില്ലേ,
അവിടെയാണ് മംഗളാദേവി. എന്ത് വണ്ടികളാണ് വരുന്നത് നോക്കിയേ. ഇനി ഇവിടെ ചോളന്മാരുടെ തലസ്ഥാനമായ കാവേരി പൂമ്പട്ടണത്തിലെ ധനിക വ്യാപാരികളുടെ മകളായ കണ്ണകിയും കോവലൻ്റെയും വിവാഹം നടക്കുന്നു. വളരെ സന്തോഷമായി ജീവിച്ചിരുന്ന സമയത്താണ് കൊട്ടാരം നർത്തകിയായ മാധവിയുമായി കോവലൻ സ്നേഹത്തിലാകുന്നത്. തുടർന്ന് കണ്ണകിയെ ഉപേക്ഷിച്ച് കോവലൻ മാധവിയുടെ കൂടെ ജീവിക്കുകയും തൻ്റെ സ്വന്തം സ്വത്ത് മുഴുവൻ മാധവിക്കായി ചെലവഴിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ തൻ്റെ സമ്പാദ്യം തീർന്ന കോവലൻ തിരികെ കണ്ണകിയുടെ അടുത്ത് വരികയും സത്യവതിയായ കണ്ണകി കോവലനെ സ്വീകരിക്കുകയും ചെയ്തു. ഈ സമയത്ത് അവർക്ക് മണിമേഖല എന്നൊരു പുത്രിയും ജനിച്ചു. തന്നെ തിരികെ സ്വീകരിച്ച കണ്ണകിയുടെ കോവലൻ ക്ഷമ ചോദിക്കുന്നു. കോവലൻ്റെ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ കണ്ണകി തൻ്റെ രത്നങ്ങൾ നിറച്ച ചിലമ്പ് കോവലിന് നൽകി. ഈ ചിലമ്പ് വിറ്റ് മറ്റൊരു നല്ല വ്യാപാരം ആരംഭിക്കാനായി കണ്ണകിയും കോവലും മധുരയിലെത്തി. മധുരയിൽ കണ്ണകിയുടെ ചിലമ്പ് വിൽക്കാൻ ശ്രമിക്കുന്നതിലൂടെ പാണ്ഡ്യരാജാവായ നെടുഞ്ചീരൻ്റെ രാജകൊട്ടാരത്തെ തട്ടാൻ കാണുകയും രാജ്ഞിയുടെ ചിലമ്പുമായി സാദൃശ്യമുള്ളതിനാൽ താൻ സ്വയം മോഷ്ടിച്ച ചിലമ്പുകൾ കോവലനാണ് മോഷ്ടിച്ചതെന്ന് രാജാവിനെ അറിയിക്കുകയും തുടർന്ന് തൻ്റെ പടന്മാരെ വിട്ട് കോവലനെ കൊട്ടാരത്തിൽ എത്തിച്ച് സത്യാവസ്ഥ അന്വേഷിക്കാതെ കോവലനെ വധിക്കുകയും ചെയ്യുന്നു. ഇതറിഞ്ഞ കണ്ണകി മോഹാലസ്യപ്പെട്ട് വീഴുകയും തുടർന്ന് ബോധം വന്ന കണ്ണകി പ്രതികാരദാഹിയായി രാജകൊട്ടാരത്തിൽ തൻ്റെ ഭർത്താവിൻ്റെ നിരപരാധിത്വം അറിയിച്ചു. എന്നാൽ തക്കതായ തെളിവ് നിർത്താൻ പറഞ്ഞ രാജാവിനോട് രാജ്ഞിയുടെ ചിലമ്പിനുള്ളിൽ എന്തായിരുന്നെന്നും പരമുത്തുകൾ ആണെന്നും പറഞ്ഞു. കോപത്താൽ കത്തി വെച്ച കണ്ണകി തൻ്റെ കൈവശമുള്ള ചിലമ്പ് രത്നങ്ങൾ നിറച്ചതായിരുന്നു എന്നും പറഞ്ഞ് ആ ചിലമ്പ് നിലത്തെറിഞ്ഞുടച്ചു രത്നങ്ങൾ കാണിച്ചു കൊടുത്തു. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ രാജാവും റാണിയും കുറ്റബോധത്താൽ അപ്പോൾ തന്നെ മരണം വരിക്കുകയും ചെയ്തു. ഇത് കണ്ട കണ്ണകി ഇതല്ല എനിക്ക് നീതി എന്ന് അലറി വിളിച്ചു തൻ്റെ ഇടത്തുമാരണം മധുരാ നഗരത്തിലേക്ക് എറിഞ്ഞു. മധുരാ നഗരം വെന്തു വെണ്ണീറാവട്ടെ എന്ന് ശപിച്ചു. ആ ശാപത്താൽ മധുരാ നഗരം അഗ്നിയിൽ അമർന്നു. നാടിൻ്റെ സംരക്ഷകയായ മധുരാതി ദേവത മധുരയുടെ ദയനീയ അവസ്ഥ കണ്ട് കണ്ണകിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കണ്ണകിയെ ആശ്വസിപ്പിക്കുന്നു. കോവലൻ മുൻ ജന്മിച്ച പാപമാണ് കണ്ണകിയുടെ ഈ അവസ്ഥ എന്ന കാരണമെന്നു ദേവി അറിയിച്ചു. തുടർന്ന് നീതി കിട്ടാത്ത കണ്ണകി അടങ്ങാത്ത കോപത്തോടെ അവിടെ നിന്നും പടിഞ്ഞാറുള്ള നീതിമാനായ ചേരരാജാവിനെ കാണാൻ ചേരസ്ഥാനത്തേക്ക് നടന്നു. യാത്രക്കിടയിൽ ക്ഷീണിതയായ കണ്ണകി ഒരു വേങ്ങമരച്ചോട്ടിൽ ഇരിക്കുന്നു. എന്നാൽ അവിടെ ഇരുന്ന കണ്ണകി സ്വർഗാരോഹണം ചെയ്തു. ഈ കണ്ണകിയുടെ ഈ അവസ്ഥ ഗ്രാമനിവാസികളെ വളരെ ദുഃഖത്തിലാക്കി. തുടർന്ന് അവർ കണ്ണകിയെ തങ്ങളുടെ കുലദൈവമായി കാണുകയും കുലകുത്ത് നടത്തി ദേവിയെ പ്രീതിപ്പെടുത്തുകയും ചെയ്തു. വളരെ നാളുകൾക്ക് ശേഷം പെരിയാർ കരയിലൂടെ രാജ്യസന്ദർശന രാജാവിനോട് ജനങ്ങൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. തുടർന്ന് സത്യാവസ്ഥ അന്വേഷിച്ച രാജാവിനോട് പാണ്ഡ്യരാജ്യത്തിലെ കവിയായ ചാത്തനാർ കാര്യങ്ങൾ വിവരിക്കുന്നു. കണ്ണകിയുടെ ഈ കഥ രാജ്ഞിയുടെ മനസ്സ് വല്ലാതെ സ്വാധീനിക്കുന്നു. രാജ്ഞി രാജാവിനോട് പറയുന്നു കണ്ണകിക്ക് വേണ്ടി ക്ഷേത്രം നിർമ്മിക്കണമെന്ന്. ഉടൻ തന്നെ രാജാവ് ഉത്തരവിടുന്നു. ഇതിനുള്ള ശിലകൾ ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവരുവാനായി കൽപ്പിക്കുന്നു. തുടർന്നാണ് വണ്ണാത്തിപ്പാറയിൽ ഇന്ന് നമ്മൾ കാണുന്ന മംഗളാദേവി ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഇതാണ് കണ്ണകി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമായി നമ്മൾ കരുതുന്നത്. മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്തതിന് മുമ്പ് തന്നെ ഞാൻ കണ്ണകിയുടെ കഥ അറിയാൻ ശ്രമിച്ചിരുന്നു. അതായിരിക്കാം ഒരുപക്ഷെ അമ്മയുടെ ഈ മട്ടം നിൽക്കുമ്പോൾ ഒരു ചിത്രത്തിൽ എന്ന പോലെ എൻ്റെ മുന്നിൽ കണ്ണകിയും കോവലനും രാജാവും രാജ്ഞിയും കത്തിയാമിടുന്ന മധുരാ നഗരവുമെല്ലാം എനിക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ ദേവിയുടെ മടിത്തട്ട് നിൽക്കുമ്പോൾ എനിക്ക് വിടുന്ന ഊർജ്ജമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല. ഈ പ്രകൃതി നിറയിൽ നിന്നുകൊണ്ട് കണ്ണകി അമ്മയെ ഒരിക്കൽ കൂടി കാണുമെന്ന ആഗ്രഹമായി ഞാൻ പടിയേറുകയാണ്.